ഉറുമ്പുകളുടെ ആ ചെറിയ ലോകത്ത് അന്ന് ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അവരുടെ കളിസ്ഥലത്ത് ഒരു പരിക്കേറ്റ് തുമ്പി വീണിരിക്കുന്നു. ഭയം എല്ലാവരെയും പിടിച്ചുലച്ചു. അടുത്തേക്ക് പോകരുത്, അവ അപകടകാരികളാണ്. മുതിർന്നവർ മുന്നറിയിപ്പ് നൽകി. പകൽ വെളിച്ചം മാഞ്ഞു. കളിസ്ഥലം വിജനമായി. ഇരുട്ടിൽ, തണുപ്പിൽ, വേദനയുമായി ആ തുമ്പി ഒറ്റയ്ക്കായി. പക്ഷേ ഭയം തളർത്താത്ത ഒരൊറ്റ മനസ്സ് അവിടെയുണ്ടായിരുന്നു. കെൻസോ. അവൻ്റെ ഉള്ളിൽ ഭയമായിരുന്നില്ല, മറിച്ച് സഹജീവിയോടുള്ള കരുണയായിരുന്നു. ആരും കാണാതെ താൻ കരുതിവെച്ച മരുന്നുമായി അവൻ ആ തുമ്പിയുടെ അരികിലെത്തി. അവൻ സ്നേഹത്തോടെ മരുന്ന് പുരട്ടി. ആ നിശബ്ദമായ രാത്രിയിൽ മണ്ണിൻ്റെ മക്കളും വിണ്ണിലെ രാജകുമാരനും തമ്മിലുള്ള അകലമില്ലാതായി. രണ്ട് ലോകങ്ങൾ ഒന്നായി ചേർന്നു. ദിവസങ്ങൾ കടന്നുപോയി. കെൻസോയുടെ ശുശ്രൂഷയിൽ തുമ്പി കരുത്താർജിച്ചു. അവിടെ ഒരു അപൂർവ സൗഹൃദം പൂവിട്ടു. ഒരു കൊച്ചുറുമ്പും ആകാശത്തിലെ സുഹൃത്തും തമ്മി. പിന്നീടൊരു ദിവസം ഉറുമ്പുകളുടെ ലോകത്ത് വലിയൊരു വിവാഹാഘോഷമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആകാശം കറുത്തു. ഇടിമിന്നലോടെ മഴ തകർത്തു പെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ വെള്ളമുയർന്നു. ഉറുമ്പുകളുടെ വീടുകളിലേക്കുള്ള വഴികളെല്ലാം കുത്തിയൊലിക്കുന്ന തോടുകളായി മാറി. എല്ലാവരും നിസ്സഹായരായി കുടുങ്ങിപ്പോയി. മരണം മുന്നിൽ കണ്ട ആ നിമിഷം കെൻസോ ആകാശത്തേക്ക് നോക്കി. തൻ്റെ സുഹൃത്തിനെ അവൻ ഓർത്തു. മഴമേഘങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. അത് അവൻ തന്നെയായിരുന്നു. കൂട്ടിന് 100 കണക്കിന് മറ്റു തുമ്പികളും. ചിറകുകളുടെ ആ വലിയ സംഗീതം ആകാശത്തു മുഴങ്ങി. ഓരോ ഉറുമ്പിനെയും സുരക്ഷിതമായി വീടുകളിലെത്തിച്ചു. അന്ന് ആ ചെറിയ ലോകം ഒരു വലിയ സത്യം മനസ്സിലാക്കി. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെപ്പോലെ ആയിരിക്കണമെന്നില്ല. പക്ഷേ ആപൽഘട്ടത്തിൽ കൈപിടിച്ചുയർത്തുന്നവനാണ് യഥാർത്ഥ മിത്രം.